ഇടുക്കി മൂന്നാറിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കാട്ടാന ചവിട്ടിമറിച്ചു. മൂന്നാർ ദേവികുളം റോഡിൽ സിഗ്നൽ പോയിന്റിന് സമീപത്ത് വച്ചായിരുന്നു ആക്രമണം. വിദേശികളായ വിനോദസഞ്ചാരികൾ കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രദേശത്ത് ഉണ്ടായിരുന്ന പശുവിനെ കാട്ടാന ചവിട്ടിക്കൊല്ലുകയും ചെയ്തു. ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസ് ചേരുന്നു വിവരങ്ങളുമായി. ആൽവിൻ, ഭീതിജനകമായ വാർത്തകളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പടയപ്പയുടെ ആക്രമണത്തെക്കുറിച്ച് വാർത്തകൾ ഉണ്ടായിരുന്നു. ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് പടയപ്പയാണോ? ഏത് ആനയാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്? ഏതായാലും തലനാരിഴയ്ക്ക് വിനോദസഞ്ചാരികൾ രക്ഷപ്പെടുകയായിരുന്നല്ലേ അവിടെ? ലക്ഷ്മി, തീർച്ചയായും തലനാരിഴയ്ക്ക് തന്നെ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് വിനോദസഞ്ചാരികളായിട്ട് എത്തിയവർ വിദേശികളാണ് എന്നതും ശ്രദ്ധേയമാണ്. ഇംഗ്ലണ്ട് ലിവർപൂൾ സ്വദേശികളായിട്ടുള്ള വിനോദസഞ്ചാരികളാണ്. രാവിലെ 10:30 മണിയോടുകൂടി മൂന്നാറിൽ നിന്ന് തേക്കടിയിലേക്കുള്ള യാത്രാമധ്യയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ദേവികുളത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ദേവികുളം കുളമാങ്കെ എന്ന സിഗ്നൽ പോയിന്റിനടുത്തുള്ള കുളമാങ്കെ എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു മോഴയാനയാണ് ആക്രമിച്ചത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വനംവകുപ്പ് പെട്ടെന്ന് സ്ഥലത്തെത്തുകയും RRTO സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വെട്ടിച്ച് മാറ്റാൻ ഡ്രൈവർ ശ്രമിക്കുമ്പോൾ പക്ഷേ ആന ഓടി വന്ന് ഈ വാഹനത്തെ ആക്രമിക്കുകയും ചവിട്ടി മറിക്കുകയായിരുന്നു. തലകീഴായി ഈ വാഹനം മറിയുകയും ചെയ്തു. ഇതിൽ വിദേശ വിനോദസഞ്ചാരികളാണ് ഉണ്ടായിരുന്നത്. ഇവർ മൂന്നാറിൽ നിന്ന് തേക്കടിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ ആക്രമണം ഉണ്ടായത്. വണ്ടിക്ക് സാരമായ കേടുപാടുകൾ കാരണം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയുമുണ്ട്. ഇപ്പോൾ വിനോദസഞ്ചാരികളെ മറ്റൊരു വാഹനത്തിൽ തേക്കടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്ന കാറാണ് ആന ഈ വിധം മറിച്ചിട്ടിരിക്കുന്നത്. അവർ തലനാരിഴയ്ക്ക് വിനോദസഞ്ചാരികൾ രക്ഷപ്പെടുകയായിരുന്നു. ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.